നമസ്കാരം. ഈ മാസം 31-ന്, അതായത് ജനുവരി 31-ന് ഒരു ബിരിയാണി ചലഞ്ച് നടക്കുകയാണ്. കല്ലടിക്കോട് വാലിക്കോട് ഭാഗത്ത് വ്യാസ സ്കൂളിനൊക്കെ സമീപമായിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാരെ ചേർന്നുകൊണ്ട് സുഹൃത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് അതിലൊരു ചേതോവികാരം? ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ എങ്ങനെയാണ് അവർ സംരക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ആണ് നമുക്ക് അറിയാനുള്ളത്. ഞങ്ങളെല്ലാവരും ദിനേശ് ബാബുവിൻ്റെ സുഹൃത്തുക്കളാണ്. ഒരുമിച്ച് കളിച്ച് വന്ന ആൾക്കാരാണ്. അവൻ ഇപ്പോൾ ഒരു ദിവസം പണി കഴിഞ്ഞ് വന്ന് സാധനങ്ങളെല്ലാം വീട്ടിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷം കുളിക്കാൻ പോയ സമയത്താണ് അവൻ്റെ നമ്മളെ വിട്ടു പോയത്. 2 പെങ്ങന്മാരുള്ളത്. പെങ്ങന്മാരുടെ കല്യാണത്തിന് വേണ്ടി എടുത്ത ലോണ് ഇപ്പോൾ ജപ്തി നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഒരു മകൻ 2 പെൺകുട്ടികളാണ്. രാത്രിക്ക് വിളിച്ചപ്പോൾ അച്ഛനും കുളിച്ചിട്ട് വരാൻ വേണ്ടി വന്നില്ല. എന്നെ പോയവൻ വന്നതല്ല. ഞങ്ങളെല്ലാം കഷ്ടത്തിലായി. എൻ്റെ കുട്ടി കൊടുക്കാൻ പോയിട്ട് വന്നില്ല. പഞ്ചായത്തിന് ലഭിച്ച വീടും ജപ്തി ഭീഷണിയിലാണ്. എങ്ങനെ അത് കവർ ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയിലാണ് ഇവർ ഈ ഒരു ബിരിയാണി ചലഞ്ചിൽ എത്തിയിരിക്കുന്നത്. ഓന തെളിച്ചിട്ടായിരുന്നു ഈ വീട് കഴിഞ്ഞായിരുന്നു. ആ വീടിന്റെ തുണ ദിനേശമായിരുന്നു. അവൻ മരിക്കുന്നവരെ ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോയത്. മരിച്ച ശേഷം അങ്ങനെ ഇട്ടുപോകണം. എങ്ങനെയും നമ്മൾ ഈ കുടുംബത്തെ അതായത് വഴിയിൽ ഇറക്കത്തെ രീതിയിൽ നമ്മൾ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ നാട്ടുകാർ മൊത്തം. ദിനേശ് ബാബു ആ ഒരു സുഹൃത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുകയാണ് ഇവിടെ. ഈ 31-ന് ഒരു ബിരിയാണി ചലഞ്ചോട് കൂടിയിട്ട് ഏകദേശം അവർക്ക് ഇപ്പോൾ ബാങ്കിൽ മാത്രം 3 ലക്ഷം രൂപയും പിന്നെ ഈ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി വലിയൊരു സംഖ്യയും കൂടിയാണ് ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇവരുടെ ഈ ഉദ്യമത്തിൽ പങ്കാളിയായി സഹകരിച്ച് എല്ലാവരും കൂടെ നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്